नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 84. വസുദേവർക്ക് ആധ്യാത്മികോപദേശം, ദേവകിക്ക് നഷ്ടപുത്രന്മാരുടെ പുനർലബ്ധി. പേജ് നമ്പർ 827. കുടുംബത്തിലെ പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വന്ദിക്കുക എന്നതു വൈദികാചാരമാണ്. മക്കൾ മാതാപിതാക്കളെയും ശിഷ്യന്മാർ ആധ്യാത്മിക ഗുരുവിനെയും എന്നും പ്രഭാതത്തിൽ സാദരം പ്രണമിക്കണം. ഈ വൈദിക തത്വമനുസരിച്ച് ഭഗവാൻ കൃഷ്ണനും ബലരാമനും പിതാവായ വസുദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കും നിത്യം പ്രണാമങ്ങൾ അർപ്പിക്കാറുണ്ട്. കുരുക്ഷേത്രത്തിലെ യാഗകർമ്മങ്ങൾ കഴിഞ്ഞു മടങ്ങി വന്നതിനു ശേഷം ഒരു ദിവസം പതിവ് പോലെ കൃഷ്ണനും ബലരാമനും വസുദേവർക്കു പ്രണാമങ്ങൾ അർപ്പിക്കാൻ ചെന്നപ്പോൾ തൻ്റെ പുത്രന്മാരുടെ സമുന്നതമായ പദവിയെ മാനിക്കാൻ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തി. യാഗവേദിയിൽ സമ്മേളിച്ചിരുന്ന മഹർഷിമാരിൽ നിന്നു കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും നിലയെന്തെന്നു മനസ്സിലാക്കാൻ വസുദേവർക്കു അവസരം ലഭിച്ചിരുന്നു. വസുദേവരിൽ നിന്നു കേട്ടറിയുക മാത്രമല്ല, പല അവസരങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ കൃഷ്ണനും ബലരാമനും പരമപുരുഷനാണെന്ന മഹർഷിമാരുടെ വാക്കുകൾ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പുത്രന്മാരിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അദ്ദേഹം അവരോട് പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, നീ സച്ചിദാനന്ദ വിഗ്രഹമാണ്, പരമപുരുഷനാണ്. ബലരാമ, നീ സംഘർഷണനാണ്, യോഗശക്തികൾക്കെല്ലാം നായകൻ. നിങ്ങളിരുവരും സനാതനരാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിനും അതിൻ്റെ കാരണത്തിനും അതീതരാണു നിങ്ങൾ. പരമപുരുഷനായ മഹാവിഷ്ണു എല്ലാറ്റിൻ്റെയും ആദിമ നിയന്താവാണ്. പ്രപഞ്ച പ്രത്യക്ഷത്തിന് ആധാരമാണു നിങ്ങൾ. ഇതിൻ്റെ സ്രഷ്ടാവും സൃഷ്ടിക്കുള്ള ഘടകങ്ങളും നിങ്ങൾ തന്നെ. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ അധീശനും നിങ്ങളാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ ലീലയ്ക്കു വേണ്ടി മാത്രമാണ് ഈ പ്രത്യക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വിവിധ ഭൗതിക ഘട്ടങ്ങളുടെ വിവിധങ്ങളായ കാലവ്യവസ്ഥകളനുസരിച്ചുള്ള ആവിഷ്കാരം നിങ്ങളാണ്. ഈ പ്രത്യക്ഷത്തിൻ്റെ കാരണവും കാര്യവും മറ്റാരുമല്ല. ഭൗതിക ലോകത്തിനു രണ്ടു മുഖങ്ങളുണ്ട്, നിയന്താവും നിയന്ത്രിതനും. ഇതു രണ്ടും നിങ്ങൾ തന്നെ. അതേസമയം അവയ്ക്കുപരിയായി നിൽക്കുന്ന അതീന്ദ്രിയ നിയന്താവും നിങ്ങളാണ്.
അതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ദ്രിയഗോചരമല്ല. അജനും മാറ്റമില്ലാത്തവനുമായ പരമാത്മാവാണു നിങ്ങൾ. ഭൗതിക ശരീരത്തിനു സംഭവിക്കുന്ന 6 തരം രൂപാന്തരങ്ങളും നിങ്ങളെ ബാധിക്കുന്നില്ല. ഈ ലോകത്ത് അത്ഭുതകരമായ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചതും നിങ്ങളാണ്. ജീവാത്മാക്കളുടെ ഉള്ളിൽ പരമാത്മാവായി പ്രവേശിച്ചിരിക്കുന്നതും നിങ്ങൾ തന്നെ. ഓരോ അണുവിലും നിങ്ങളുണ്ട്. എല്ലാറ്റിനെയും നിലനിർത്തുന്നതും നിങ്ങളാണ്. എല്ലാറ്റിൻ്റെയുമുള്ളിൽ ജീവിതത്വമായി പ്രവർത്തിക്കുന്ന പ്രാണശക്തിയും അതിൽ നിന്നു പകർന്നു കിട്ടുന്ന സർഗശക്തിയും സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവ നിങ്ങളെ, അതായത് ഈ ശക്തികൾക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമവ്യക്തിയെ ആശ്രയിച്ചാണു നിൽക്കുന്നത്. നിങ്ങളുടെ ആജ്ഞയില്ലാതെ അവയ്ക്കു പ്രവർത്തിക്കാനാവില്ല. ഭൗതിക ശക്തിക്കു തിരിച്ചറിവില്ല. നിങ്ങൾ പ്രചലിപ്പിക്കാതെ അതിനു സ്വയം പ്രവർത്തിക്കാൻ ശ്രമം നടത്താനേ പറ്റൂ. നിങ്ങളുടെ അനുവാദം കൂടാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാനോ അവരാഗ്രഹിക്കുന്ന ഫലം നേടാനോ സാധ്യമല്ല. ഹരേ കൃഷ്ണ.